ആലുവ പെരിയാറ്റിൽ നിന്നും കൊച്ചിയിലേക്കുള്ള ശുദ്ധജല പമ്പിംഗ് ഇന്ന് മണിക്കൂറുകളോളം തടസ്സപ്പെട്ടു. പെരിയാറ്റിൽ ഉപ്പുവെള്ളം കയറിയതിനെ തുടർന്നാണ് പമ്പിംഗ് നിർത്തിവെക്കേണ്ടി വന്നത്. ശക്തമായ വേലിയേറ്റവും പെരിയാറിലെ ജലനിരപ്പ് താഴ്ന്നതുമാണ് ഉപ്പുവെള്ളം കയറാൻ ഇടയാക്കിയത്. ഒടുവിൽ ഭൂതത്താൻകെട്ട് അണക്കെട്ട് തുറന്നുവിട്ട് പെരിയാറ്റിലെ ജലവിധാനം ഉയർത്തിയാണ് പ്രതിസന്ധി പരിഹരിച്ചത്. വിശാല കൊച്ചി മേഖലയിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന ആലുവ ജലശുദ്ധീകരണശാലയിൽ നിന്നുള്ള പമ്പിംഗ് ഉച്ചയ്ക്ക് 1:30യോടെയാണ് നിർത്തിവെച്ചത്. പമ്പിംഗ് പുനരാരംഭിക്കാനായത് 2 മണിക്കൂറുകൾക്ക് ശേഷം 3:30 മാത്രം. കടലിൽ നിന്നും പെരിയാറ്റിലേക്ക് ക്രമാതീതമായി ഉപ്പുവെള്ളം കയറിയതാണ് പ്രതിസന്ധിക്ക് കാരണമായത്. രാവിലെ 250 ppm എന്ന തോതിലായിരുന്നു ഉപ്പിന്റെ അളവെങ്കിൽ പിന്നീടത് 1000 ppm എന്ന തോതിലേക്ക് വർദ്ധിച്ചു. 250 ppmൽ കൂടുതൽ ലവണാംശമുള്ള ജലം പമ്പിങ്ങിന് യോഗ്യമല്ല. വൃശ്ചിക മാസത്തിലെ വേലിയേറ്റം മൂലമാണ് കടലിൽ നിന്നും ഉപ്പുവെള്ളം പുഴയിലേക്ക് കയറിയത്. ഭൂതത്താൻകെട്ട് ഡാമിൽ നിന്നും വെള്ളം പെരിയാറ്റിലേക്ക് തുറന്നുവിട്ടതും വേലിയേറ്റത്തിന്റെ ശക്തി കുറഞ്ഞതും മൂലം വൈകിട്ടോടെ ജലത്തിലെ ലവണാംശം നിയന്ത്രിക്കാനായി. അടുത്ത ദിവസം അമാവാസിയായതിനാൽ വേലിയേറ്റം ശക്തമാകുന്നതോടെ വീണ്ടും പ്രതിസന്ധിക്ക് സാധ്യതയുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കേരളത്തിലെ 5 മെഡിക്കൽ കോളേജുകളുടെ അടിസ്ഥാന വികസനത്തിന് പ്രഥമ പരിഗണന നൽകുമെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ ടീച്ചർ. മെഡിക്കൽ കോളേജുകളിൽ ആവശ്യത്തിന് ഡോക്ടർമാരെ അടിയന്തരമായി നിയമിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഉയർത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതിനു വേണ്ടിയാണ് മന്ത്രി ശൈലജ ടീച്ചർ കോട്ടയം മെഡിക്കൽ കോളേജിൽ സന്ദർശനം നടത്തിയത്. മെഡിക്കൽ കോളേജിലെ വിവിധ വാർഡുകളിലെ അവസ്ഥ മന്ത്രി നേരിൽ കണ്ട് വിലയിരുത്തി. ഡയാലിസിസ് യൂണിറ്റിലെത്തിയ മന്ത്രി രോഗികളുമായും അവരുടെ കൂട്ടിരിപ്പുകാരോടും വിവിധ വകുപ്പ് മേധാവികളോടും സംസാരിച്ചു. കേരളത്തിലെ 5 മെഡിക്കൽ കോളേജുകളുടെ അടിസ്ഥാന വികസനത്തിന് പ്രഥമ പരിഗണന നൽകുമെന്ന് മന്ത്രി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഇതിന്റെ ഭാഗമായി മെഡിക്കൽ കോളേജുകളിൽ ആവശ്യത്തിന് ഡോക്ടർമാരെ അടിയന്തരമായി നിയമിക്കും. കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ കറൻസി നോട്ടിന്റെ നിരോധനം ആരോഗ്യമേഖലയിൽ കടുത്ത ബുദ്ധിമുട്ട് സൃഷ്ടിച്ചതായും മന്ത്രി പറഞ്ഞു. ഇടുക്കിയിൽ ഒരു എടമലക്കുടിയിൽ ഒരു സംഭവം ഉണ്ടായി. അതിനെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് തരാൻ ഞാൻ സംഭവം അറിഞ്ഞ ഉടനെ തന്നെ DMOയോട് ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ ഒരു വിഷ്വൽ ചില മീഡിയാസ് പുറത്ത് വിട്ടിട്ടുണ്ട്. ഡോക്ടർ ചില ആളുകളോട് സംസാരിക്കുന്നത് പ്രഥമ ദൃഷ്ടിയ അത് കാണുമ്പോൾ അങ്ങനെ ഒരു ഡോക്ടർ പറയാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഹെൽത്ത് സെക്രട്ടറിയെ വിളിച്ച് ഡോക്ടർക്കെതിരെ നടപടി സ്വീകരിച്ചുകൊണ്ട് സസ്പെൻഡ് ചെയ്തുകൊണ്ട് തന്നെ അന്വേഷണം നടത്താൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പുറമെ കെ സുരേഷ് കുറുപ്പ് MLA, CPIM ജില്ലാ സെക്രട്ടറി VN വാസവൻ എന്നിവരും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കേരള കേന്ദ്ര സർവകലാശാലയ്ക്ക് വേണ്ടി കാസർഗോഡ് പെരിയയിൽ ഒഴിപ്പിക്കപ്പെട്ട 16 ദളിത് കുടുംബങ്ങൾ തൊഴിലിനായി അനിശ്ചിതകാല സത്യാഗ്രഹ സമരം ആരംഭിച്ചു. സർവകലാശാലയിലെ താൽക്കാലിക ഒഴിവുകളിൽ ഈ കുടുംബങ്ങളിലെ ഒരാൾക്കെങ്കിലും തൊഴിലവസരം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം. 2 തവണ ആത്മഹത്യാ ഭീഷണി മുഴക്കി യുവാക്കൾ നടത്തിയ പ്രതിഷേധത്തിന്റെ തുടർച്ചയായാണ് സത്യാഗ്രഹ സമരം. പരമ്പരാഗതമായി 1.5 നൂറ്റാണ്ടിലേറെക്കാലം താമസിച്ചു വന്നിരുന്ന മണ്ണും അതിലെ അനുഭവങ്ങളും കേരള കേന്ദ്ര സർവകലാശാലയ്ക്ക് വേണ്ടി പെരിയ മാളത്തുംപാറ കോളനിയിലെ 16 കുടുംബങ്ങൾ കൈമാറുമ്പോൾ അതിൽ ഒരു ഉറപ്പ് സർവകലാശാലയിലെ ഒഴിവുകളിൽ ഈ കുടുംബങ്ങളിലെ ഒരാളെയെങ്കിലും പരിഗണിക്കുമെന്നായിരുന്നു. ഇവർ ഈ ഭൂമി കൈമാറുമ്പോൾ നൽകിയ സമ്മതപത്രത്തിൽ ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. തുടർന്ന് പലതവണ നടന്ന ചർച്ചകളിലും തീരുമാനമെടുക്കാതെ സർവകലാശാല അധികൃതർ തൊഴിലവസര വാഗ്ദാനം തുടർന്നു. തൂപ്പുജോലി, അറ്റൻഡർ തസ്തികകളിൽ ഉൾപ്പെടെ 180-ലേറെ താൽക്കാലിക ഒഴിവുകളിൽ കരാർ ഏജൻസികൾ മുഖേന നിയമനം നടത്തിയിട്ടും ഈ പാവങ്ങളെ അതിൽ ഉൾപ്പെടുത്താൻ സർവകലാശാല തയ്യാറായില്ല. സംസ്ഥാന സർക്കാർ നൽകിയ വാഗ്ദാനം ഏറെക്കുറെ യാഥാർത്ഥ്യമായി കഴിഞ്ഞു. പകരം സ്ഥലവും വീടും, വെള്ളം, വൈദ്യുതി എന്നിവ. എന്നാൽ റോഡിന്റെ നിർമ്മാണം ബാക്കി നിൽക്കുന്നു. ജോലിക്ക് വേണ്ടി 2 തവണ യുവാക്കൾ ആത്മഹത്യാ ഭീഷണി മുഴക്കിയെങ്കിലും അധികൃതർ വഴങ്ങിയില്ല. ഗത്യന്തരമില്ലാതെയാണ് അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചത്. സമരസമിതി കൺവീനർ സന്ദീപ് 2012 മുതൽ യൂണിവേഴ്സിറ്റിയോട് ഈ ജോലിയുടെ കാര്യം ആവശ്യപ്പെടുന്നതും ഒരേ ഒരു സമ്മതപത്രം മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. അതും യൂണിവേഴ്സിറ്റി എഴുതി തയ്യാറാക്കി ഞങ്ങൾ ഒപ്പിട്ട് കൊടുത്തതാണ്. അതിനകത്ത് വരെ ഞങ്ങൾ പറയുന്നത് ജോലിക്കുള്ള പരിഗണനയാണ്. അവരൊന്നുമില്ല, അങ്ങനെ ഒരു കാര്യമേ ഉണ്ടായിട്ടില്ല. ഇതൊരു പുതിയ ഡിമാൻഡാണ്. അതുകൊണ്ട് ഇത് പരിഗണിക്കാൻ പറ്റില്ല. മുമ്പ് പറഞ്ഞതനുസരിച്ച് ഈ 5 വർഷം ഞങ്ങളെ കബളിപ്പിക്കപ്പെടുകയാണ് ചെയ്തത്. കലക്ടറും വൈസ് ചാൻസലറും പങ്കെടുത്ത ഒത്തുതീർപ്പ് ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്ന് വെള്ളിയാഴ്ച മുതലാണ് നിരാഹാര സമരം തുടങ്ങിയത്. ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് കുടുംബാംഗങ്ങളും നാട്ടുകാരും സമരപന്തലിൽ എത്തുന്നുണ്ട്. ഒഴിപ്പിക്കപ്പെട്ട 16 കുടുംബങ്ങളിൽ 13 ദളിത് വിഭാഗക്കാരാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. എറണാകുളം മഹാരാജാസ് കോളേജിന്റെ സമഗ്ര വികസനത്തിനായി വിവിധ പദ്ധതികൾ നടപ്പാക്കുന്നു. അടുത്ത 5 വർഷത്തിനകം 100 കോടി രൂപയുടെ പദ്ധതികൾ നടപ്പാക്കുമെന്ന് ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു. മഹാരാജാസ് കോളേജിന്റെ വികസനം ലക്ഷ്യമിട്ടുള്ള വിവിധ പദ്ധതികളുടെ രൂപരേഖ അടങ്ങിയ മിഷൻ ഓഫ് പ്രോജക്ട് സമർപ്പണ ചടങ്ങിലായിരുന്നു ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിന്റെ പ്രഖ്യാപനം. കെട്ടിടങ്ങളും മറ്റു നിർമ്മാണങ്ങളുമല്ല, മികച്ച അധ്യയനമാണ് വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതെന്നും അതിനായി അധ്യാപകരും വിദ്യാർത്ഥികളും ഒറ്റക്കെട്ടായി പരിശ്രമിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. കോളേജിലെ ധന തത്വശാസ്ത്ര വകുപ്പിൽ റിസർച്ച് ഗൈഡായി പ്രവർത്തിക്കാൻ താൻ തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കി.
സെന്റർ ഓഫ് എക്സലൻസായി മഹാരാജാസ് കോളേജിനെ സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. വികസന കാഴ്ചപ്പാടുകൾ ചർച്ച ചെയ്യാൻ ചേർന്ന യോഗത്തിൽ ഹൈബി ഈഡൻ MLA, പ്രിൻസിപ്പൽ NN ബീന തുടങ്ങി പ്രമുഖർ പങ്കെടുത്തു. ചടങ്ങിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമമായ മഹാരാജകീയത്തിന്റെ ഓഫീസ് ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഇറ്റലിയിലെ പ്രണയത്തിന് ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ മംഗല്യ സാഫല്യം. വധൂവരന്മാർക്ക് ആനസവാരിയും ചെണ്ടമേളവും സംഘാടകരുടെ വിവാഹ സമ്മാനം. തിരുവനന്തപുരം വിഴിഞ്ഞം ആഴിമല ശിവക്ഷേത്രത്തിൽ നടന്ന വിവാഹം നാട്ടുകാർക്ക് കൗതുകമായി. ഇറ്റലിയിലെ റവേന സ്വദേശിയായ വരൻ യൂറി വാൽ ബോൺസിയും എൽബ സ്വദേശിയായ വധു ഫ്രാൻസിസ്കയും തമ്മിലുള്ള പ്രണയത്തെപ്പറ്റി അറിഞ്ഞപ്പോൾ വരന്റെ പിതാവിന് ഒരേ ഒരു ആഗ്രഹം മാത്രമാണ് ഉണ്ടായിരുന്നത്. തന്റെ വിവാഹം നടന്ന കേരളത്തിലെ ക്ഷേത്രത്തിൽ വെച്ച് ഹൈന്ദവാചാര വിധിപ്രകാരം വിവാഹം കഴിക്കണം. വിഴിഞ്ഞം പുളിങ്കുടിയിലെ ആഴിമല ശിവസന്നിധിയിൽ നടന്ന വിവാഹത്തിൽ ഇരുവരുടെയും ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരും ഉൾപ്പെടെ വൻ ജനാവലിയാണ് പങ്കെടുത്തത്. കസവുമുണ്ടും ഷർട്ടും അണിഞ്ഞെത്തിയ വരനെയും പട്ടുസാരി ഉടുത്ത് അണിഞ്ഞൊരുങ്ങിയ വധുവിനെയും ക്ഷേത്രഭാരവാഹികളും നാട്ടുകാരും ചേർന്ന് സ്വീകരിച്ചു. ഹൈന്ദവ ആചാരപ്രകാരം ഫ്രാൻസിസ്കയുടെ കഴുത്തിൽ യൂറി താലി കെട്ടി. കല്യാണത്തോടെയും വിവാഹത്തിന്റെ കൗതുകം അവസാനിച്ചില്ല. താമസ സ്ഥലത്തെത്തിയ ഇരുവരെയും സ്വീകരിച്ചത് നെറ്റിപ്പട്ടം കിട്ടിയ ഗജവീരനും ചെണ്ടമേളവും. പിന്നാലെ ആനസവാരിയും നടത്തിയതോടെ നവദമ്പതികളുടെ കല്യാണം പൊടി പൊടിച്ചു. ആയുർവേദ തെറാപ്പിസ്റ്റുകളായ ഫ്രാൻസിസ്ക യൂറിയ ദമ്പതികളുടെ വിവാഹവും ആനസവാരിയും കാണികൾക്ക് ഫോട്ടോ പിടിക്കാനുള്ള ഒന്നാന്തരം വിരുന്നായി മാറി. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. ഒരിടവേളയ്ക്ക് ശേഷം സിനിമാ മേഖല വീണ്ടും സമരത്തിലേക്ക്. അടുത്ത മാസം 16 മുതൽ സിനിമാ നിർമ്മാണവും വിതരണവും നിർത്തിവെക്കാൻ കൊച്ചിയിൽ ചേർന്ന നിർമ്മാതാക്കളുടെയും വിതരണക്കാരുടെയും യോഗം തീരുമാനിച്ചു. തിയേറ്റർ വിഹിതം പങ്കുവയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് സമരത്തിലേക്ക് നീങ്ങാൻ കാരണം. തിയേറ്റർ വിഹിതം പങ്കുവെക്കുന്നതുമായി ബന്ധപ്പെട്ട് ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ ഏകപക്ഷീയമായി എടുത്ത തീരുമാനത്തിൽ പ്രതിഷേധിച്ചാണ് ഡിസംബർ 16 മുതൽ മലയാളമടക്കം എല്ലാ ഭാഷാ ചിത്രങ്ങളും പ്രദർശനത്തിന് എത്തിക്കേണ്ടതില്ലെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷനും തീരുമാനിച്ചത്. ചിത്രീകരണം നടക്കുന്നവ വേഗത്തിൽ പൂർത്തിയാക്കി അടുത്ത മാസം 16 മുതൽ ചിത്രീകരണം നിർത്തിവെക്കുമെന്നും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സിയാദ് കോക്കർ പറഞ്ഞു. ഞങ്ങൾക്കിപ്പോൾ 60 ഫസ്റ്റ് വീക്കും സെക്കൻഡ് വീക്ക് 55 എന്നുള്ള റേഷ്യോ വെച്ചിട്ടാണ് AC തിയേറ്റേഴ്സിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ പറയുന്നത് 50 ഫോർ ദി ഫസ്റ്റ് വീക്ക്, 40% ഫോർ ദി സെക്കൻഡ് വീക്ക്. ഒരു സിനിമാ തിയേറ്ററിൽ എന്ത് കളക്ഷൻ വരുന്നു, അതായത് ഒരു തിയേറ്ററിൽ 1000 രൂപയാണ് കളക്ഷനെങ്കിൽ 1000 രൂപ ഹോൾഡ് ഓവറാണ്. അതൊരിക്കലും ഒരു പ്രാകൃതമായ ഒരു നടപടിയാണ്. എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ എതിർക്കുന്ന ടിക്കറ്റിംഗ് സംവിധാനം മുഴുവൻ തിയേറ്ററുകളിലും വേഗത്തിൽ നടപ്പാക്കണമെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് G. സുരേഷ് കുമാർ ആവശ്യപ്പെട്ടു. ഒരിടവേളയ്ക്ക് ശേഷം സിനിമാ മേഖല വീണ്ടും സമരത്തിലേക്ക് നീങ്ങുമ്പോൾ ക്രിസ്മസ് ചിത്രങ്ങളെ അത് സാരമായി ബാധിക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ആലപ്പുഴയിൽ നടക്കുന്ന സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിലെ ഒപ്പന മത്സരം ശ്രദ്ധേയമായി. ജന്മനാ കേൾവിശക്തിയും സംസാരശേഷിയുമില്ലാത്ത കുട്ടികളുടെ ഒപ്പനയാണ് കാണികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയത്. ജന്മന കേൾവിശക്തിയും സംസാരശേഷിയുമില്ലാത്ത കുട്ടികൾ അവതരിപ്പിച്ച ഒപ്പന മത്സരമാണ് വ്യത്യസ്തത കൊണ്ട് ഏറെ ശ്രദ്ധേയമായത്. സാധാരണ മത്സരവേദികളേക്കാൾ മിന്നുന്ന പ്രകടനമാണ് ഈ കുരുന്ന കലാകാരികൾ ഇവിടെ നടത്തിയത്. മത്സരം തുടങ്ങിക്കഴിഞ്ഞാൽ കുട്ടികൾക്കൊപ്പം അധ്യാപകരും ഒപ്പനയ്ക്കൊപ്പം കൂടും. കാരണം മാപ്പിളപ്പാട്ടിന്റെ ഈരടികൾ കേൾക്കാതെയാണ് ഈ കുരുന്നുകൾ സ്റ്റേജിൽ ചുവടുകൾ വയ്ക്കുന്നത്. നമ്മളെ ഒപ്പന കൈമുട്ടുന്നതിൻ്റെ താളല്ലേ, അതിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് അതിങ്ങനെ താളം ഇങ്ങനെ വന്നാൽ പിന്നെ നമ്മളങ്ങോട്ട് ഫസ്റ്റ് തുടങ്ങിയാൽ അങ്ങനെ ആർക്കും ചെയ്യാൻ പറ്റൂല. സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിന്റെ 2ാം ദിവസമായ ഇന്നും മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. മിമിക്രി, തിരുവാതിര തുടങ്ങിയ മത്സരങ്ങളാണ് ഇന്ന് നടന്നു വരുന്നത്. നാളെ വൈകിട്ടാണ് മേള സമാപിക്കുന്നത്. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. നോട്ട് നിരോധനത്തിലെ തെറ്റും ശരിയും രാജ്യം ചർച്ച ചെയ്യുമ്പോൾ കൊച്ചു പുലിമുരുകൻ അജാസിനും തന്റെ കൊച്ചുവായ കൊണ്ട് വലിയ കാര്യങ്ങൾ പറയാനുണ്ട്. നിരോധനം ഒരു ഭാഗത്ത് ബുദ്ധിമുട്ടുണ്ടാക്കിയെങ്കിലും മറുഭാഗത്ത് ചില ശരികളുണ്ടെന്നാണ് അജാസിന്റെ വാദം. തന്റെ കുടുംബം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടോ എന്ന് അജാസിന് അറിയില്ല. പക്ഷേ നോട്ട് മാറാനായി ജനം നെട്ടോട്ടം ഓടുന്നത് അജാസ് നേരിലും കണ്ടു, പീപ്പിൾ TV ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിലും കണ്ടു. ഇപ്പോഴത്തെ പ്രതിസന്ധി തന്നെ ബാധിക്കുന്നില്ലെന്നും എന്നാൽ പാവപ്പെട്ടവർക്കാണ് തിരിച്ചടിയായതെന്ന് അജാസ് പറയുന്നു. ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക്
പക്ഷേ ഞങ്ങളെ ഫാമിലിയിൽ അറിയില്ല, ഉണ്ടാവാം. പക്ഷെ എന്നെ അതൊന്നും ബാധിക്കുന്നില്ല എന്നാണ് എൻ്റെ തോന്നൽ. നോട്ട് നിരോധനത്തിൽ അജാസിന് സ്വന്തം അഭിപ്രായമുണ്ട്. ദുരിതക്കാഴ്ചകൾ പലതും കണ്ടെങ്കിലും പലതും കേട്ടെങ്കിലും നല്ലതിനായിരിക്കാം ഇപ്പോഴത്തെ നടപടിയെന്നാണ് അജാസിന്റെ പക്ഷം. ഒരുപാട് സങ്കടമുണ്ട് അങ്ങനെയൊക്കെ കാണുമ്പോൾ തന്നെ. എല്ലാവരും ഓരോരോ കമൻസാണ് ഓരോരുത്തർ പറയുന്നത്. നോട്ടിനെ കുറിച്ച് നല്ലതും പറയുന്നുണ്ട്, ചീത്തതും പറയുന്നുണ്ട്. പക്ഷേ അത് എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് വേണ്ടി ആയിരിക്കാം എന്ന് വിശ്വസിക്കുന്നു. നോട്ട് നിരോധനത്തിലെ ഇഫക്റ്റ് പടത്തിന്റെ കളക്ഷനെ ബാധിച്ചില്ലേ എന്ന് ചോദിച്ചപ്പോൾ നോട്ടുവേട്ടയിൽ പുലിമുരുകന് ചെറിയ പരിക്ക് പറ്റിയെന്ന് അജാസ് സമ്മതിച്ചു. തിയേറ്ററിൽ ആരും വരുന്നില്ല, കാരണം നോട്ടുകളൊന്നും അങ്ങനെ ഇതാകുന്നില്ല. ചെറുതായിട്ടൊന്ന് ബാധിച്ച്. പക്ഷേ മൂവി ഇനിയും ഓടും, ഒരുപാട് ദിവസങ്ങൾ കഴിയും, പ്രാർത്ഥിക്കാം. പുലിമുരുകൻ കുറച്ചുകൾ കഴിയുമ്പോൾ തന്നെ ഇനി 100 ക്രോസ് കഴിഞ്ഞു. അത് ചെറുതായിട്ടൊന്നും ബാധിക്കാൻ എനിക്കറിയില്ല. 2000-ന്റെ കറൻസിയുടെ നിറം കൊള്ളാം, ഇഷ്ടമായി തുടങ്ങിയ അജാസിന്റെ കമന്റും നാട്ടിൽ ഹിറ്റായി. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. ചന്ദ്രൻ ഭൂമിക്ക് ഏറ്റവും അടുത്തു വരുന്ന സൂപ്പർ മൂൺ പ്രതിഭാസം ദൃശ്യമായി. ദൃശ്യങ്ങളും കൂടുതൽ വിവരങ്ങളുമായി സുനിൽ അരമാനൂർ ഇപ്പോൾ ശംഖുമുഖം കടൽ തീരത്ത് നിന്ന് ചേരാണ്. സുനിൽ, സൂപ്പർ മൂണിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? കൂടുതൽ വിവരങ്ങൾ. ജോർജറ്റ് 6:30യോടെയായിരുന്നു സൂര്യൻ അസ്തമിച്ചത്. അതിനുശേഷമാണ് സൂപ്പർ മൂൺ എന്ന പ്രതിഭാസം ദൃശ്യമായി തുടങ്ങിയത്. മഴമേഘങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ആദ്യം വലിയ രീതിയിൽ ദൃശ്യമായിട്ടില്ല. എന്നാൽ ഇപ്പോൾ മഴമേഘങ്ങൾ മാറിയതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ചന്ദ്രനെ കാണാൻ സാധിക്കുന്നുണ്ട്. ഭൂമിയോട് ഏറ്റവും അടുത്തു വരുന്ന, ദൂരം ഏറ്റവും കുറഞ്ഞു വരുന്ന ഒരു ദിവസമാണ് സൂപ്പർ മൂൺ എന്ന് പറയുന്നത്. ഈ ദിവസത്തിൽ ചന്ദ്രന് കൂടുതൽ പ്രകാശം അനുഭവപ്പെടുന്നു, കൂടുതൽ തിളക്കം അനുഭവപ്പെടുന്നു. അതുപോലെ തന്നെ ചന്ദ്രൻ ചുവന്നു തുടുത്തു കാണുന്നു എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. ആദ്യം ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ അത്തരത്തിലുള്ളൊരു ദൃശ്യം ലഭ്യമായിരുന്നു. കാരണം ടെലസ്കോപ്പിക് വ്യൂ എന്ന് പറയുമ്പോൾ ഇത് കൂടുതൽ അടുത്ത് കാണുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുതലായതുകൊണ്ട്, ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുതലായതുകൊണ്ട് ഇത് വളരെ വ്യക്തമായി നമുക്ക്, അതായത് ഇതിൻ്റെ ഒരു വലിപ്പവും എല്ലാം കൂടെ ചേർത്ത് കാണുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും അതിൽ ടെലസ്കോപ്പ് വ്യൂ വഴി നമുക്ക് എല്ലാവർക്കും അത് കാണാവുന്ന സൗകര്യം തന്നെയാണ്. ഇവിടെ ഈ വാന നിരീക്ഷണ കേന്ദ്രത്തിലും ടെലസ്കോപ്പിക് വ്യൂ കാണാനുള്ള സംവിധാനവുമുണ്ട്. അതിൽ കൂടെ നോക്കുമ്പോൾ അത്തരത്തിൽ കാണാൻ സാധിക്കും. അതിനേക്കാൾ തന്നെ നമുക്ക് നമ്മുടെ നേത്രങ്ങൾ ഉപയോഗിച്ച് കാണുമ്പോഴും കൃത്യമായി തന്നെ അതിൻ്റെ ഒരു തിളക്കം നമുക്ക് കാണാൻ സാധിക്കുന്നു. അതായത് ഈ ഒരു ദിവസത്തിൽ ചന്ദ്രനും സൂര്യനും, അതായത് ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്നുള്ള ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏകദേശം 3,58,000-ലധികം കിലോമീറ്റർ ആണ് ഇതിനകത്തൊരു ഡിസ്റ്റൻസ് വരുന്നത്. ഇത്രയും അടുത്ത ഒരു ഡിസ്റ്റൻസ്, ഇത്രയും കുറഞ്ഞ ഡിസ്റ്റൻസിൽ വരുന്നത് കൊണ്ടാണ് ഈ പ്രതിഭാസം നമ്മൾ സൂപ്പർ മൂൺ എന്ന് പറയുന്നത്. ഇത് സാധാരണഗതിയിൽ ഓരോ വർഷവും 6 മാസം കഴിഞ്ഞ് വരുന്ന 2 മാസങ്ങളിൽ ഇത്തരത്തിൽ വരുന്ന സൂപ്പർ മൂൺ പ്രതിഭാസം വരുമെങ്കിലും ഇത്രയും അടുത്ത് വരുന്ന ഒരു ദിവസം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇനി അടുത്ത് 2034-ലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഭാസം വരുന്നതെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. കഴിഞ്ഞ മാസവും ഉണ്ടായ ഒരു പ്രതിഭാസം, കഴിഞ്ഞ മാസം 16-ാം തീയതി ഉണ്ടായ പ്രതിഭാസത്തെ ഈ സൂപ്പർ മൂൺ ആണ് എന്ന് നാസയിലെ ശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ടായിരുന്നു. എന്നാൽ ഇന്നാണ് യഥാർത്ഥ സൂപ്പർ മൂൺ എന്നാണ് മറ്റൊരു ശാസ്ത്ര വാദഗതിയുള്ളത്. ഏതായാലും ഇപ്പോൾ ചന്ദ്രൻ ഈ മഴമേഘങ്ങളിൽ നിന്നൊക്കെ മാറി കൃത്യമായ രീതിയിലുള്ള ഒരു തിളക്കത്തോടു കൂടി വരുന്ന ഒരു കാഴ്ച നമുക്ക്. സുനിൽ, എത്രത്തോളം കൗതുകത്തോടെയാണ് ആളുകൾ ഇത് വീക്ഷിക്കുന്നത്? കടൽ തീരത്ത് സൂപ്പർ മൂൺ കാണാൻ ആളുകളുടെ തിരക്കുണ്ടോ? തീർച്ചയായും ആളുകൾ ഇതിനകത്തുള്ള കൂടുതൽ ശാസ്ത്രവശങ്ങൾ അല്ലെങ്കിൽ പോലും ചന്ദ്രൻ്റെ കൂടുതൽ തിളക്കം അത് കാണുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇതിനകത്തുള്ള ശാസ്ത്രവശങ്ങളിലേക്കൊന്നും അവർ പോയിട്ടില്ലെങ്കിലും ഇത്രയും തിളക്കത്തോടെയും വലിപ്പത്തോടെയും ചന്ദ്രനെ കാണുന്നു എന്നുള്ളതും, അതുപോലെ തന്നെ ഒരു റെഡ് ടോണാണ് ആദ്യം ഇതിനകത്ത് വന്നത്, കൃത്യമായിട്ടുള്ളൊരു റെഡ് ടോൺ. അതിനുശേഷമാണ് ഇതിനകത്ത് കൃത്യമായൊരു തിളക്കത്തോടു കൂടി, ഇൻറ്റൻസിറ്റി കൂടിയ ഒരു വലിപ്പത്തോടു കൂടിയുള്ള ഒരു ചന്ദ്രനെ കാണുന്നത്. അതിൻ്റെ ഒരു ത്രില്ല് ആളുകൾക്കിടയിൽ ഉണ്ട് താനും. അതുകൊണ്ട് തന്നെ അവരെല്ലാം അത് വളരെ ആകാംക്ഷയോടുകൂടി തന്നെ നോക്കി നിൽക്കുന്നുമുണ്ട്. എന്തെങ്കിലും ഭയക്കേണ്ട കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടോ? സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് പോലെ ഭൂകമ്പ സാധ്യത, അത്തരത്തിലുള്ള കാര്യങ്ങളെ പറ്റിയുള്ള വിവരങ്ങൾ കൂടി ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങൾ നിലവിലുണ്ടോ? ഇല്ല, അങ്ങനെ ജോർജറ്റ് അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളൊന്നും ശാസ്ത്രജ്ഞന്മാർ പറയുന്നില്ല. കാരണം ഇത് നഗ്ന നേത്രം കൊണ്ട് തന്നെ നമുക്ക് കാണാം. നമ്മൾ സാധാരണ ഒരു പൂർണ്ണചന്ദ്രനെ കാണുന്ന ദിവസം കാണുന്നത് പോലെയുള്ള ഒരു പ്രതിഭാസം മാത്രമാണ് എന്നാണ് പറയുന്നത്. പക്ഷേ ടെലസ്കോപ്പിൽ കാണുമ്പോൾ കുറച്ചുകൂടെ ഇൻറ്റൻസിറ്റി കൂടുതലുണ്ട്. നമുക്ക് കണ്ണുകൾക്ക് വളരെ അടുത്ത് കാണുന്ന ഒരു പ്രതീതി, വളരെയധികം ലൈറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇതിനെ ഈ ടെലസ്കോപ്പിക് ലെൻസിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ വ്യത്യാസം വരുമ്പോൾ വളരെ അടുത്ത്, വളരെ തീവ്രതയോടുകൂടി കാണുന്നു എന്നുള്ളൊരു പ്രതിഭാസം മാത്രമേ അതിനകത്ത് അനുഭവപ്പെടുന്നുള്ളൂ. പക്ഷേ അല്ലാതെ നമുക്ക് നോക്കുന്നതിനോ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു പൂർണ്ണചന്ദ്രനെ അല്ലെങ്കിൽ ഈ സൂപ്പർ മൂൺ വീക്ഷിക്കുന്നതിനോ
പിന്നിലോ യാതെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും മറ്റൊരു വശം ശാസ്ത്രജ്ഞന്മാർ കാണുന്നില്ല. അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളിലൊന്നും അത്തരത്തിൽ ആശങ്കപ്പെടേണ്ടതോ അല്ലെങ്കിൽ ഭയപ്പെടേണ്ടതോ ആയിട്ടുള്ള ഒരു കാര്യവുമില്ല എന്നുള്ളത് തന്നെയാണ് ശാസ്ത്രജ്ഞന്മാരുടെ വിലയിരുത്തൽ. മറ്റു കാര്യങ്ങൾ ഫേസ്ബുക്കിലൂടെ പലരും പ്രചരിപ്പിക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഉള്ളത്. തുടർച്ചയായ 6ാം ദിനവും നോട്ടിനായി നെട്ടോട്ടമോടി ജനങ്ങൾ. ATMകൾക്ക് മുന്നിൽ ഇന്നും നീണ്ട ക്യൂ. സംസ്ഥാനത്തെ RBI ഓഫീസുകളിലേക്ക് വ്യാഴാഴ്ച CPIM മാർച്ച്. മറ്റു വാർത്തയിലേക്ക്. ശിശുദിനത്തിൽ കുട്ടികളുടെ സംരക്ഷണത്തെക്കുറിച്ച് വാചാലരാകുമ്പോഴും കേരളത്തിലെ ഒരു വിഭാഗം കുട്ടികൾ ക്രൂരമായ അനാചാരങ്ങളുടെ ഇരകളാവുകയാണ്. ക്ഷേത്രത്തിൽ ശൂലം കുത്തൽ നേർച്ചയെന്ന പേരിൽ കുട്ടികൾക്ക് നേരെ ക്രൂരമായ പീഡനങ്ങളാണ് നടന്നുവരുന്നത്. റിപ്പോർട്ടിലേക്ക്. ശിശു സംരക്ഷണത്തിൽ രാജ്യാന്തര പ്രശസ്തി നേടിയ പ്രദേശമാണ് കേരളം. അതേ കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്തെ തെരുവു കാഴ്ചകളാണിത്. കവിളത്ത് ശൂലം കുത്തി പൊരുവെയിലത്ത് മണിക്കൂറുകളോളം നടന്നാൽ ദേവീപ്രീതി ഉണ്ടാവുമെന്നാണ് കുറെ അന്ധവിശ്വാസികൾ ഈ കുട്ടികളെ പഠിപ്പിച്ചിരിക്കുന്നത്. വേദനയും ക്ഷീണവും സഹിച്ച് മണിക്കൂറുകളോളം റോഡുകളിലൂടെ ആനയിക്കപ്പെടുന്ന കുട്ടികൾക്ക് അവസാനം സമനില തെറ്റും. കുട്ടികൾക്കെതിരെയുള്ള ക്രൂരതകൾ തടയാൻ നിയമമുണ്ട്. എന്നാൽ വിശ്വാസികളുടെ എതിർപ്പ് ഭയന്ന് നടപടിയെടുക്കാൻ അധികൃതർ തയ്യാറാവുന്നില്ല. ഇത്തരം അനാചാരങ്ങൾ ബാല്യത്തിൽ സൃഷ്ടിക്കുന്ന ശാരീരിക മാനസിക ആഘാതങ്ങളാകട്ടെ കുട്ടികളെ ജീവിതകാലം മുഴുവൻ വേട്ടയാടും. പീപ്പിൾ TVക്ക് വേണ്ടി K. രാജേന്ദ്രൻ. വാർത്തകളിലേക്ക്. നോട്ട് പ്രതിസന്ധിയെ തുടർന്ന് 6ാം ദിനത്തിലും സംസ്ഥാനത്ത് ജനങ്ങൾ നെട്ടോട്ടത്തിലാണ്. ATMകളിൽ പണമില്ലാത്തതാണ് പ്രധാനമായും ജനങ്ങളെ വലച്ചത്. പുതിയ 500 രൂപയുടെ നോട്ടുകൾ ബാങ്കുകളിൽ എത്താത്തതും പ്രതിസന്ധി വർദ്ധിക്കാൻ ഇടയായി. വിശ്വാസികൾ നേരിടുന്ന ചില്ലറക്ഷാമത്തിന് പരിഹാരമായി നേർച്ചപ്പെട്ടികൾ തുറന്നിട്ട് ഒരു പള്ളി. എറണാകുളം പൂക്കാട്ടുപടി തേവയ്ക്കൽ സെന്റ് മാർട്ടിൻ പള്ളിയാണ് ഇങ്ങനെ മാതൃകയായത്. ചില്ലറയില്ലാത്തത് മൂലം നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങാൻ പോലും ഇടവക അംഗങ്ങൾ ബുദ്ധിമുട്ടുന്നത് കണ്ടാണ് പള്ളി വികാരി ഇത്തരമൊരു തീരുമാനമെടുത്തത്. ഞായറാഴ്ച രാവിലെ കുർബാനയ്ക്ക് ശേഷം വികാരി ഫാദർ ജിമ്മി പൂച്ചക്കാടിന്റെ അറിയിപ്പ് കേട്ട വിശ്വാസികൾ ആദ്യമൊന്നു ഞെട്ടി. പള്ളിക്കകത്തെ 2 നേർച്ചപ്പെട്ടികളും തുറന്നിടുകയാണെന്നും ആവശ്യമുള്ളവർക്ക് അതിൽ നിന്ന് പണമെടുക്കാമെന്നുമായിരുന്നു അറിയിപ്പ്. പണം ലഭിക്കുമ്പോൾ മടക്കി നൽകിയാൽ മതി. ചില്ലറക്ഷാമം മൂലം വലഞ്ഞ നാട്ടുകാർക്ക് വലിയ ആശ്വാസമായിരുന്നു ആ പ്രഖ്യാപനം. ഇന്നത്തെ സാഹചര്യത്തിൽ ഈ പൈസയുടെ ഇത്രയും ബുദ്ധിമുട്ടുന്ന സമയത്ത് തേവൽക്കപ്പള്ളിയിലെ വികാരിച്ചൻ കുർബാന കഴിഞ്ഞ സമയത്ത് കാണിക്കപ്പെട്ടി ഓപ്പണാക്കി വെച്ചിട്ടും പറഞ്ഞ ആ പൈസ ആവശ്യമുള്ളവർ എടുത്തുകൊണ്ട് വെക്കലാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ അതൊരു ഭയങ്കര നല്ലൊരു കാഴ്ചപ്പാടായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. വൈകുന്നേരമായതോടെ ഭണ്ഡാരത്തിലെ പണമൊക്കെ തീർന്നു. നിരോധിച്ച ഏതാനും 500 രൂപ നോട്ടുകൾ മാത്രം ബാക്കിയായി. ഇതിനകത്ത് കണക്കും കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല. എത്ര ക്യാഷ് ഉണ്ടായിരുന്നോ ഒന്നും നോക്കിയിട്ടില്ല. അപ്പോൾ ആവശ്യക്കാരോട് നിറച്ചുപെട്ടിൽ നിന്ന് എടുത്തോളാൻ പറഞ്ഞു. പിന്നെ അവർക്ക് എന്നാ കഴിയുന്ന ആ രീതിയിൽ തിരിച്ചിടാൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയുണ്ടായി. നാട്ടുകാർക്ക് അല്പമെങ്കിലും ആശ്വാസം നൽകാനായതിന്റെ സന്തോഷത്തിലാണ് പള്ളി അധികാരികൾ. വലിയ സമ്പത്ത് ഭണ്ഡാരങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്ന മറ്റ് ആരാധനാലയങ്ങളും ഇത് മാതൃകയാക്കും എന്ന പ്രതീക്ഷയിലാണ് വിശ്വാസികൾ. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കേന്ദ്ര സർക്കാർ 500, 1000 നോട്ടുകൾ പിൻവലിച്ചതോടെ നിശ്ചയിച്ചുറപ്പിച്ച വിവാഹങ്ങൾ വരെ മുടങ്ങുന്ന സ്ഥിതിവിശേഷമുള്ളതായി പെൺകുട്ടികളുടെ മാതാപിതാക്കൾ പറയുന്നു. വിവാഹ ആവശ്യങ്ങൾക്കായി പണം ബാങ്കിൽ നിക്ഷേപിച്ചവർക്കാണ് ഈ ദുർഗതി. വിവാഹ ദിവസം അടുത്തതോടെ പണമില്ലാതായ മാതാപിതാക്കൾ ആത്മഹത്യയുടെ വക്കിലാണ്. യാതൊരുവിധ മുന്നറിയിപ്പുമില്ലാതെ 500, 1000 നോട്ടുകൾ പിൻവലിച്ചതോടെ 100 കണക്കിന് വരുന്ന കുടുംബങ്ങൾ ആത്മഹത്യയുടെ വക്കിലാണ്. സ്വന്തമായി സമ്പാദിച്ചതും കിടപ്പാടം വിറ്റുമൊക്കെ പെൺകുട്ടികളെ വിവാഹം ചെയ്തയക്കാൻ ബാങ്കിൽ നിക്ഷേപിച്ചിരുന്നവരാണ് കേന്ദ്ര സർക്കാരിന്റെ പുതിയ നടപടി മൂലം ആത്മഹത്യയുടെ വക്കിലായിരിക്കുന്നത്. വിവാഹം നിശ്ചയിച്ച ശേഷമാണ് നോട്ടുകൾ നിർത്തലാക്കിയ വാർത്തകൾ പുറത്തുവരുന്നത്. ഇതേ തുടർന്ന് ബ്രാഞ്ച് മാനേജരെ സമീപിച്ചുവെങ്കിലും നിയമപ്രകാരമുള്ള പണമേ നൽകാൻ കഴിയുകയുള്ളൂ എന്നാണ് മാനേജറുടെ അഭിപ്രായമെന്ന് മാതാപിതാക്കൾ പറയുന്നു. സന്തോഷ് കുമാർ, പുന്നപ്ര. ഈ മാസം 27 ഞായറാഴ്ച എൻ്റെ മകളുടെ വിവാഹമാണ്. വിവാഹ ആവശ്യത്തിന് വേണ്ടി എൻ്റെ കിടപ്പാടത്തിൻ്റെ 10 സെൻറ്റ് ഞാൻ വിറ്റിട്ടുണ്ട്. കിടപ്പാടത്തിനോട് ചേർന്ന് 10 സെൻറ്റ്. ആ വാങ്ങിയ ആൾക്ക് എനിക്ക് പണം തരുവാനുള്ള സൗകര്യം ഇപ്പോഴില്ല. എനിക്ക് എൻ്റെ നിക്ഷേപമായിട്ടൊരു 5 ലക്ഷം രൂപയോളം 2 ബാങ്കുകളായിട്ട് കിടപ്പുണ്ട്. അതും എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞാൻ കഷ്ടപ്പെടുകയാണ്. ഈ മോളുടെ വിവാഹത്തിന് എങ്ങനെ നടത്തി കൊടുക്കുമ്പോൾ ഞായറാഴ്ച എങ്ങനെ നടത്തി എല്ലാവരും ക്ഷണിച്ചതാണ് നടത്തി കൊടുക്കുന്നത് ഞാൻ ഉരുകിക്കൊണ്ടിരിക്കുകയാണ്. ബാങ്കിൽ സൂക്ഷിച്ച പണവും മറ്റും ലഭിക്കാത്തത് മൂലം സ്വർണവും വസ്ത്രവും അടക്കം പെൺകുട്ടിയുടെ വിവാഹ ആവശ്യത്തിനുള്ള യാതൊരുവിധ സാധനങ്ങളും എടുക്കാൻ കഴിയുന്നില്ലെന്നും മാതാപിതാക്കൾ പറയുന്നു. അടുത്ത ആഴ്ച മകളുടെ വിവാഹം എങ്ങനെ നടത്തുമെന്ന ആശങ്കയിലാണ് മാതാപിതാക്കൾ.
ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. 32ാമത് ദേശീയ ജൂനിയർ അത്ലറ്റിക് മീറ്റ് കിരീടം കേരളത്തിന്. തുടർച്ചയായ 5ാം തവണയാണ് കേരളം കിരീടം നിലനിർത്തുന്നത്. 429 പോയിന്റ് നേടിയ കേരളത്തിന് പിന്നിലായി 413.5 പോയിന്റോടെ ആതിഥേയരായ തമിഴ്നാട് രണ്ടാമതെത്തി. ദേശീയ ജൂനിയർ അത്ലറ്റിക് മീറ്റിലെ കേരളത്തിന്റെ 22ാം കിരീട നേട്ടമാണിത്. 18 സ്വർണ്ണമാണ് കേരളത്തിനായി ഇത്തവണ ലഭ്യമായത്. 403 പോയിന്റ് നേടിയ ഹരിയാന മൂന്നാമതെത്തി. 180 അംഗ സംഘമാണ് കേരളത്തിന് വേണ്ടി മത്സര രംഗത്തുണ്ടായിരുന്നത്.